ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം നിർത്താമെന്നായിട്ട് പറഞ്ഞാൽ എനിക്കിതിന് ബ്രേക്കില്ല. ലൈനർ തീർന്നു പോയതാണ് എൻ്റെ വാസ്തവം. ലൈനർ പൊട്ടിപ്പോയതാണ്, എനിക്ക് നിൽക്കുന്നില്ല. ജേക്കബ് സാറ് രാവിലെ എനിക്ക് മെസ്സേജ് ഇട്ടു. ജേക്കബ് സാറിനെ അറിയാമല്ലോ, എനിക്ക് ശരിക്കും എൻ്റെ ആത്മാവിൽ പിതാവായിട്ട് ഞാൻ കാണുന്നതാണ്. എന്നെ ഇടയ്ക്ക് ചീത്തയൊക്കെ വിളിക്കും, നല്ല ചീത്ത വിളിക്കാൻ. പക്ഷേ എനിക്ക് മടക്കില്ല. ഞാനെന്തായാലും പുറകെ പോകും. കാരണം ആ മനുഷ്യൻ ചുമക്കുന്ന ഒരു അഭിഷേകമാണ്. അപ്പം ഇന്നലെ നമ്മൾ പാടിയ പാട്ട് ഞാൻ ആ പയ്യൻ്റെ കൂടെ ഞാൻ പാടിയില്ലേ, സാധുരി, അവരിന്ന് കുടുംബമായിട്ട് വരും. അപ്പോൾ ആ പാട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് ഒരു സൂപ്പറായിട്ടുണ്ട്, എനിക്ക് ആ പാട്ടിൻ്റെ വരികളും എഴുതി തരണം, നീ പാടി എനിക്ക് അയക്കണം എന്ന് പറഞ്ഞു. ഞാനത് യൂട്യൂബിൽ കിടപ്പുണ്ട്, അതങ്ങോട്ട് അയച്ചു കൊടുത്തു. നമ്മൾ നല്ല പാട്ടാണ്, ഞാനിത് എടുക്കാം, ഞാൻ പാടിക്കൊള്ളാമെന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഈ ഇദ്ദേഹത്തിൻ്റെ ചീത്തയൊക്കെ കേട്ട് ഇടയ്ക്ക് ഈ കടലുണ്ടാക്കി മേടിച്ചു തരും. അങ്ങനെ കൂടെ നടന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ ഒരു സാധനം എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. എന്താ, ഓരോ നാടും നിന്നിൽ ചാടി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാടി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളിപ്പോൾ തുടങ്ങിയ ഒരു വ്യക്തിയിൽ ആ പന്നിക്കുണ്ടി കിടക്കുന്ന പുള്ളി ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ട് പുള്ളി അപ്പൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുക. അപ്പോൾ പുറപ്പെടുമ്പോൾ പുള്ളിക്കറിയാമായിരുന്നു, ഒരിക്കൽ ഞാൻ ആയിരുന്നു, മകനായിരുന്നു. എൻ്റെ അവകാശമൊക്കെ മേടിച്ച് ഞാൻ പോയി, എല്ലാം ചെലവാക്കി. അപ്പന് വേണ്ടി ഒരു ലെറ്റർ പോലും എഴുതിയില്ല കേട്ടോ. ജിതിനെ, അപ്പനൊരു ലെറ്റർ എഴുതിയില്ല, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് പോലും അയച്ചില്ല. അപ്പനുമായിട്ടുള്ള ബന്ധം എല്ലാം എന്ത് ചെയ്തു, റീചാർജ് ചെയ്യാത്തതുകൊണ്ട് കട്ടാക്കി കിടക്കുക. പക്ഷെ തീരുമാനിച്ചു അപ്പൻ്റെ അടുക്കിലേക്ക് പോകും. പക്ഷെ മകനാക്കാൻ സാധ്യതയില്ല. അവൻ പിന്നെന്താ, ഒരു കൂലിക്കാരനായിട്ട് തന്നെ കരുതിയാൽ മതി എന്ന് ചിന്തിച്ച് പോവുകയാണ്. അപ്പൊ ഈ അപ്പൻ്റെ അവസ്ഥ എന്താ പറയുക, മകൻ പോയ ദിവസം മുതലെല്ലാം അപ്പൻ ഇങ്ങനെ വാദത്തിൽ ഒരു കസേരയിൽ കേട്ടിട്ട് ഇങ്ങനെ എത്തി നോക്കും. എന്നാ മോൻ വരുന്നുണ്ടോ, എൻ്റെ മോൻ പോയിട്ട് കുറേ നാളായല്ലോ, കാണുന്നില്ലല്ലോ. ശരിയാണ്, എൻ്റെ വീട്ടിൽ നിന്ന് പോയ മകനെ കുറിച്ച് ഓർത്ത് എന്നാ അവനെ ഇനി വേണ്ട എന്ന് ആ പറയുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? ഇല്ല. ഈ അപ്പൻ വീട്ടിലിരുന്ന ഒരു സ്വസ്ഥതയില്ല. അവൻ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മകൻ എപ്പോഴാണ് വരിക. പാപം ചെയ്തകന്നീടുമ്പോൾ ദൈവത്തിൻ ഉള്ളം പറയാൻ മനസ്സറിയും ഞാൻ പാപം ചെയ്തകന്നീടുമ്പോൾ
ഒന്ന് ഓർത്ത് നോക്കി, കുറച്ച് പേരേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് കൂടെ ശ്രദ്ധിച്ചാൽ മതി. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. സ്തോത്രം. 5 മിനിറ്റ് കൂടി അങ്ങോട്ട് ആ സ്നേഹത്തെക്കുറിച്ചൊന്ന് പറയുക നിർത്താൻ. ഹല്ലേലൂയ. എനിക്ക് ഈ അപ്പൻ്റെ സ്നേഹം അറിയണമെങ്കിലേ അങ്ങോട്ട് നോക്കിയാൽ ആ കസേരയിലോട്ട് നോക്കിയാൽ പുള്ളിക്കാരൻ്റെ കൂടെ എല്ലാ ദിവസവും വേണ്ടമായിരുന്നു. ഇടയ്ക്ക് കാസർഗോഡ് പോയി. ഈ കാസർഗോഡ് പോയി പിള്ളേരൊക്കെ ഇവിടെ ആക്കിയിട്ടാണ് പോയത്. എനിക്ക് ഒന്ന് കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. ഹല്ലേലൂയ അല്ലേ, വിളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എനിക്ക് ആ മകൾ എവിടെ എടുത്തിരിക്കുന്നു നോക്കി, ഇവിടെ ഇരിക്കേണ്ട കൊച്ച് അവിടെയാണ് ഞങ്ങളുടെ സീറ്റ് കൊടുത്തത്. അനുവാദം ചോദിക്കാതെ അവിടേക്ക് പോയി. എന്നാ കാര്യം? അപ്പൻ്റെ സ്നേഹം എന്നെ മാറ്റി മറിച്ചു ഇല്ലേ? അപ്പൊ എന്നിട്ട് വെറുതെ ഇരിക്കല്ല, അപ്പനെന്നായിരിക്കും ഇപ്പൊ. അപ്പനെങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുക. കൊച്ചു മാത്രമല്ല കേട്ടോ, ഇവിടെ ഒരു സീറ്റിലിരുന്നൊരു സഹോദരി ഇവിടെ അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സഹോദരിക്ക് നേരം വെളുത്തപ്പോൾ പോലൊരു മൗനമായിരുന്നു. എനിക്ക് മനസ്സിലായത് മുണ്ടക്കയത്തുനിന്ന് ആരോ വരുന്നുണ്ട്. ആ മുണ്ടക്കയത്ത് വന്ന ആള് പറയുമ്പോൾ എല്ലാം ശരിയാണ്. അപ്പൊ ഈ അപ്പൻ നോക്കിയിരിക്കുക, എന്റെ മകനെപ്പോഴാണ് വരുന്നത്. അവരെ ദൂരെ കണ്ടു. അപ്പൻ ഇറങ്ങി ഓടിച്ചെന്നിട്ട് ആമേൻ മണം പറയുക, അയ്യോ എന്റെ മേത്തപ്പടി ചെറിയ എന്നെ പോയാൽ ഞാൻ പന്നിയുടെ കൂട്ടിലാണ്, എന്നെ പിടിക്കല്ലേ ഞാൻ കെട്ടിപ്പിടിച്ചവനെ. ആരാ അവൻ? അപ്പനെ അനുസരിക്കാത്തവൻ, അപ്പന്റെ സമ്പത്ത് മേടിച്ചോണ്ട് പോയവൻ, അപ്പനെ വിളിക്കാത്തവൻ, അപ്പനെ വിവരം അറിയിക്കാത്തവൻ, വീട് വിട്ടു പോയവൻ. എന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കും. എന്താ അപ്പനാപ്പ ഇത്രയും കൊള്ളില്ലാത്തവരെ കെട്ടിപ്പിടിക്കാൻ കൊള്ളാമോ? എന്നാ കാര്യം? ആമേൻ സ്തോത്രം. അപ്പനറിയാം ഈ അപ്പന്റെ ജീവനാണ് ഈ മകന്റെ മേലുള്ളതെന്ന് അറിയാവുന്നത് കൊണ്ട് ആ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ചു. അവന് മുത്തങ്ങൾ കൊടുത്തു. ഹല്ലേലൂയ. അവന്റെ കായ്ക്ക് അവൻ പൊന്മോതിരം അണിയിച്ചു. വീട്ടിലേക്ക് വന്നപ്പോ പറഞ്ഞു, മേൽത്തരമായ അങ്കി ധരിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്തു? സ്തോത്രം. ധരിപ്പിച്ച കാളക്കുട്ടി ആവട്ടണം. ആമേൻ. എത്ര കൊടും പാപിയാണെങ്കിലും യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് അവൻ സ്തോത്രം മുത്തങ്ങൾ തന്ന അവൻ അമ്മാവോട് ചേർക്കുന്ന നല്ല അപ്പൻ അവൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ആമേൻ. ഈ മകൻ പള്ളിക്കൂട്ടിന്ന് പോകുമ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടാ പോകുന്നത്. എന്താണെന്നറിയാമോ? അപ്പാ എന്ന് വിളിക്കുവാ യോഗ്യനല്ല പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജ്യമിന്ന് എന്നിട്ടും സ്നേഹിച്ചു എന്നിട്ടും മാനിച്ചു ഉമ്മനച്ചു നീ നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളിയില്ല, മുഖം മറച്ചതില്ല, നന്മകൾ വർഷിപ്പിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
താല്പര്യമുണ്ട്. 1-2 പിരി അഴിഞ്ഞ് കിടക്കുന്ന ആളാണ്. സ്വന്തം 2 പിരി അഴിഞ്ഞു പോയി. എൻ്റെ ഭാര്യ പറഞ്ഞാൽ ഇത്രയും പറ്റുന്നില്ല. എൻ്റെ മക്കളും പറയും, എൻ്റെ അപ്പച്ച നിങ്ങൾക്ക് നാണമില്ല, നിങ്ങളിങ്ങനെ. എൻ്റെ മക്കളോട് പറഞ്ഞു, എൻ്റെ പൊന്നുപോലെ ഞാൻ ചെയ്ത കാര്യമൊക്കെ ഞാനൊരു പുസ്തകത്തിൽ എഴുതി തന്ന എൻ്റെ കൂടെ ഭാര്യയെ നിൽക്കത്തില്ല, മക്കളും നിൽക്കത്തില്ല. ഞാൻ രാവിലെ ഈ സൽമാനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഏറ്റുമാനൂർ IT പഠിക്കുമ്പോൾ അന്നെല്ലാ പിള്ളേരും ചെറുതാണ്. ഞാനെല്ലാം കുസ്തി കഴിഞ്ഞിട്ട് 22ാമത്തെ വയസ്സിലാണ് പഠിക്കുന്നത്. 22-24. അപ്പം ഒരു ജൂനിയർ ഒരു പയ്യൻ വന്നു. അവനെ റാഗ് ചെയ്ത് അച്ഛരി അതിരി വിട്ട് ഒത്തിരി പോയി. ഇന്നെങ്ങാനും ആണെങ്കിൽ ജയിലിൽ കിടന്നത്. അന്ന് കോളേജിലുള്ള 50-ലധികം പിള്ളേർ കല്ലും കട്ടയും മടിയൊക്കെ ആയിട്ട് അടിക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തുകൊണ്ട് ദൈവം എന്നൊന്നും വിളിച്ചില്ല, തീർന്നെന്ന് വിചാരിച്ചു. അന്ന് ഏറ്റുമാനൂരിലുള്ള ഞങ്ങളുടെ കൂടെ ഒരാൾ പഠിക്കുന്നുണ്ട്, ബൈജു, ഇരട്ട ബൈജു. 2 ബാറൊക്കെ ഉണ്ട്. അന്ന് കോൺഗ്രസ്സുകാരുടെ ഒരു ഗുണ്ടയാണ്, ഇരട്ടയാണ്. അവന് സ്തോത്രം എന്നോട് വലിയ ബന്ധമില്ല. പക്ഷേ എന്നെ നേരെ ആക്രമിക്കാൻ വന്നപ്പോൾ അടുത്തിരുന്ന ആ കടയിൽ നിന്ന് സോഡാക്കുപ്പി എടുത്ത് തല്ലിപ്പൊട്ടിച്ചേച്ച് സ്തോത്രം എന്നെ അടിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് നടുവിൽ ഗുണ്ട എന്ന് വിളിക്കുന്നവനെ കർത്താവ് കൊണ്ട് നിർത്തി പൊട്ടിച്ച കുപ്പിയായിട്ട് അങ്ങോട്ട് നിന്നിട്ട് ആർക്കാണ് ഇവിടെ തല്ലേണ്ടത് ചോദിച്ചപ്പോൾ എല്ലാം മാറിപ്പോയി. പ്രൈസലോട്. അപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നിങ്ങളോട് തന്നെ ചോദിക്കുക. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ കഴിയാതിരുന്ന അത്രമാത്രം പന്നികളുടെ ആ കാഷ്ടത്തിൻ്റെ നാറ്റം എൻ്റെ മേലുണ്ടായിരുന്നപ്പോൾ അപ്പോൾ തന്നെ അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് മാറോട് ചേർത്ത് മുത്തങ്ങൾ തന്ന് ഉമ്മനെന്ന് അണച്ചു. എന്നിട്ട് പറഞ്ഞ പൊന്മോതിരം അണിയിച്ചു. എന്താ? അധികാരത്തിന്റെ മോതിരം പുത്രൻ. എന്നിട്ട് പറഞ്ഞു, ആ വസ്ത്രം ഇടിക്കണം. ഏത് വസ്ത്രമാണ്? നീതിയുടെ അങ്കി. കാലിന് ചെരുപ്പ് കൊടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, തടിപ്പിച്ച കാളെ കൊട്ടി അറക്കണം. എന്നിട്ട് നാം തിന്നുക, സന്തോഷിക്കുക. എന്റെ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഇത് കണ്ട ജ്യേഷ്ഠൻ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും എന്നാ പരിപാടി, അപ്പൻ എന്നാ പറ്റി? ഈ മുടിഞ്ഞവൻ വന്നപ്പോൾ അണ്ടറ ഇതെല്ലാം പരിപാടി. ഞാൻ ഇത്രയും കാലം അപ്പ ഒരു ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ നിന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച എല്ലാ ദിവസവും ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ട്. ഞാൻ അവിടുത്തെ ജോലി എല്ലാം ചെയ്തിട്ടുണ്ട്. നീ ഒരു ആടിനെ പോലെ എനിക്ക് തന്നിട്ടില്ല. നീ നിയമങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് അപ്പനെ ആരാണെന്ന് മനസ്സിലായില്ല. അപ്പനെ മനസ്സിലായവൻ അവൻ പറയും, എൻ്റെ അപ്പനെ പോലെ നല്ല അപ്പൻ ആരുമില്ല. എൻ്റെ അപ്പനെ പോലെ അല്ലെ അപ്പനാ അപ്പ അപ്പ അല്ലെ. ഇതൊരു ബന്ധമാണ് ക്രിസ്തീയ ജീവിതം. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തെ വേർതിരിക്കുവാൻ ഉലക സ്ഥാപനത്തിൽ മുമ്പേ ഉളവായ അമ്പാൽ സ്തോത്രം ഉളവായ ഈ ബന്ധം വേർതിരിക്കുവാൻ ലോകത്തിലൊരു ശക്തികൾ കഴിയത്തില്ല. ലോകത്തിലൊരു ശക്തിക്കും ഈ മക്കളായി തീർന്ന ഈ ബന്ധത്തെ വേർതിരിക്കുവാൻ കഴിയത്തില്ല. എന്നെ വേണ്ടുമെന്ന്
சொல்லி சேர்த்து வைக்க நல்ல நேசரே, தூக்கி எறியப்பட்ட என்னை வேண்டுமென்று சொல்லி சேர்த்து வைக்க நல்ல நேசரே, அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்ததால் உயிராகின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்ததால் உயிர் வாழ்கின்றேன். ഹല്ലേലൂയ. ആ കർത്താവ് നമ്മെ കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇടുക്കിയെ കുറിച്ചൊരു വലിയ പദ്ധതി ദൈവത്തിനുള്ളത് കൊണ്ടാണ് നമ്മെ കൂട്ടിച്ചേർത്തത്. ഹല്ലേലൂയ. അവൻ കർത്താവിന്റെ ദാസിയും ദാസനും എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ട് അവൻ അതൊന്നും അവൻ പാഴ് പോലിരിക്കുന്നതിനെ പാഴും ശൂന്യമായതിനെ ഉദ്യാനമാക്കി മാറ്റുന്ന ദിവസങ്ങളാണ് അവൻ ഇടുക്കിയിൽ വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ നിന്ന് നദി പുറപ്പെട്ടു കഴിഞ്ഞു. അവൻ ആർക്കും അറിയാൻ കഴിയാത്ത ആത്മനദി പൊട്ടി പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുക. ദൈവസ്നേഹത്തിന്റെ നദിയുടെ ഒഴുകിയിരിക്കുക. അവൻ സ്വന്തം അതുകൊണ്ട് ഇടുക്കിയും അവൻ ചിലത് പുതിയത് നമ്മൾ കാണാൻ പോവുകയാണ്. ഇടുക്കിയുടെ ഉണർവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാർത്ഥനയെ നമ്മൾ ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഒരാളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ അപ്പനെ കുറിച്ച് എൻ്റെ അപ്പൻ നല്ല അപ്പൻ. ഈ പിള്ളേര് ഈ കൊച്ചു 3 പിള്ളേരോട് ചോദിക്കുക. ഈ മുണ്ടക്കത്തുള്ള സിബിബറോറിന്റെ 3 മക്കളില്ലേ, അവരോട് ചോദിച്ചാൽ അവരുടെ അപ്പനെ കുറിച്ച് എല്ലാവരും എൻ്റെ അപ്പനെ ആ ചാനലുണ്ട് ഇങ്ങനെ ഞാൻ അവിടെ കേട്ടു. എല്ലാം ശ്രദ്ധിക്കുക, മറുപടിയൊന്നും പറയില്ല. എൻ്റെ അപ്പന് പിന്നെ സിബിച്ചെന്ന് പറഞ്ഞ ചാനലുണ്ട്, എൻ്റെ അപ്പച്ചന് വേറൊരു ആത്മീയ ചാനലുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. ഈ പിള്ളേരിങ്ങനെ ഈ അപ്പനെ കുറിച്ച് ഇത്രയും പൊങ്ങച്ചം പറയും. എന്നാ പുള്ളിയില്ലാത്ത അപ്പനാണെങ്കിലും അവൻ്റെ അപ്പനെ ഒന്ന് പറഞ്ഞു നോക്കാം. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പനെ ഒന്ന് പറഞ്ഞു നോക്കണം അല്ലേ, ശരിയല്ലേ? അതുകൊണ്ടാണെങ്കിലും നമ്മുടെ അപ്പനെ എന്ന് പറയുമ്പോൾ വീഴാറില്ല അല്ലേ. എന്നാ കാര്യം, ഈ അപ്പനിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പൻ്റെ ജീവനാ എൻ്റെ അകത്ത്. ഇന്ന് യേശുവിൻ്റെ ജീവനാ നമ്മുടെ ഉള്ളിലുള്ളത്. ഈ ജീവനാ നമ്മളെ ഉയർത്തിയത്. ആർക്കും വേണ്ടാതിരുന്നപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ ശമരിയാക്കാരത്തി സ്ത്രീയെ എറിയുവാൻ എല്ലാവരും കല്ലോട്ട് നിൽക്കുക. അവനെ പരീക്ഷിച്ചിട്ട് ഇവിടെ കൊന്നേക്കാം. നല്ല പാർട്ടിയുടെ അടുത്താ പരീക്ഷിക്കാൻ കൊണ്ടുവരുന്നത്. ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിങ്ങൾ പാപമില്ലാത്തവർ അവിടെ കല്ലെറിയട്ടെ എന്ന്. സ്തോത്രം. അവിടെ മൂത്തവർ മുതൽ ഇളയവരായി അവിടുന്ന് കടന്നുപോയപ്പോൾ അവൾക്ക് വേണ്ടി പുതിയൊരു നിയമം ഭാവിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഭാവിയായിരുന്ന നമുക്ക് വേണ്ടി അവൻ പുതിയ നിയമം സൃഷ്ടിച്ചു. എന്താ അവൻ സ്തോത്രം അവനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവൻ പാനപാത്രം എടുത്തിട്ട് പറഞ്ഞു, അവൻ ഇതെന്റെ ശരീരം, ഇത് അവൻ എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം, ഇത് എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അവൻ കാൽവരിയിൽ മോശയ്ക്ക് നൽകിയ നിയമത്തെക്കാൾ ഉപരിയായ ഒരു പുതിയ നിയമം തന്റെ മരണത്തിലൂടെ തന്റെ ക്രൂശിലൂടെ ആ സൃഷ്ടിക്കപ്പെട്ട ആ രക്തത്താൽ ആ വീണ്ടെടുക്കപ്പെട്ടു. ഇതെന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. അല്പനിമിഷം കഴിയുമ്പോൾ എന്റെ ശരീരം അവൻ കുത്തിത്തുളയ്ക്കപ്പെടും. എന്റെ ശരീരം അവൻ ചാട്ടവാറുകൾ കൊണ്ട് കീറപ്പെടും. എന്റെ അവസാനത്തോടെ രക്തം ഊറ്റിപ്പെടും. ഇത് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനാൽ ചിന്തപ്പെട്ട പുതിയ നിയമം. പുതിയ നിയമത്തിന്റെ രക്തം. പഴയ നിയമം പറയുക, അവൻ ഇത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ചെയ്യാൻ പ്രാപ്തിയില്ല കർത്താവേ. അവൻ പാപം ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നന്മ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുള്ള നന്മ ചെയ്യണം ഇച്ഛിച്ചിട്ടും അത് ചെയ്യാൻ കഴിയാതെ പാപത്തിൽ വീണ് ഇരിക്കുമ്പോൾ കൃപയാൽ അവന്റെ രക്തത്തിന്റെ ആ ശക്തിയാൽ ഞങ്ങൾ കഴുകപ്പെട്ടു, ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു, ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു, ഞങ്ങൾ ദത്തെടുക്കപ്പെട്ടു, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു.
മുദ്രയിടപ്പെട്ടു, ഞങ്ങൾ മുദ്രയിടപ്പെട്ടു. ഈ മഹാസ്നേഹത്തിലേക്കാണ് കർത്താവ് നമ്മൾ വിളിച്ചേക്കുന്നത്. അങ്ങോട്ട് വാഴയ്ക്കായും വെണ്ടയ്ക്കായും വഴുതനയ്ക്കായും ചിറ്റുള്ളി ഒന്നും പ്രസാദമായിട്ട് വേണ്ട. ഹൃദയം തുറന്ന് യേശുവേ, നീ എനിക്ക് വേണ്ടി ചെയ്തു തീർക്ക, ആ കാൽവരിയിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ പ്രവൃത്തിയെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 3-ാം നാൾ നീ കല്ലറയെ ഭേദിച്ച് ഉയർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എന്റെ കർത്താവാണെന്ന് പറഞ്ഞ് അവനെ സ്വീകരിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുക. സഹോദര, അവൻ വലിയ മഹത്വം ആ കോളനിക്കാരുടെ കുടുംബത്തിന് മേൽ നിൽക്കുകയാണ്. അവൻ ഇന്ന് ആർക്കും പറയാൻ കഴിയാത്ത ദൈവത്തിന്റെ ജീവന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുകയാണ്. യേശുവാണ് നമ്മുടെ ആമേൻ. സ്തോത്രം. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. സ്തോത്രം, അത് വൈകിട്ടെടുക്കും. ഹല്ലേലൂയ.
ദൂതന്മാരും ആരാധിക്കുന്ന പരിശുദ്ധനായ ദൈവം അവർ പുറമേ നിന്ന് ദൂരത്ത് നിന്ന് കണ്ട് ആരാധിക്കുമ്പോൾ ആ വലിയവനായ ദൈവം നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന നിങ്ങൾ എന്റെ മക്കളാണെന്ന് പറഞ്ഞ് ഇത്രയേറെ സ്നേഹിപ്പാൻ ദൈവമേ ഒരു യോഗ്യതയില്ല. എന്താ യോഗ്യത?